നമുക്ക് കണ്ണൂരിലെ പോരാട്ടങ്ങളിൽ നിന്ന് നേരെ പാലക്കാട്ടേക്ക് പോകണം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ 7 സിറ്റിംഗ് MLA-മാരെയും നിലനിർത്താനാണ് ഇപ്പോൾ CPM-ന്റെ തീരുമാനം. 2 ടേം പൂർത്തിയാക്കിയ ആലത്തൂർ MLA KD പ്രസേനന് പകരം CK രാജേന്ദ്രൻ, TM ശശി എന്നിവരെ പരിഗണിക്കുമ്പോൾ നെന്മാറയിൽ K ബാബുവിന് ഇളവ് നൽകാൻ ധാരണയായിരിക്കുന്നു. അതേസമയം പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, MP രാജേഷ് മന്ത്രി അതേ മണ്ഡലത്തിൽ തൃത്താലയിൽ തന്നെ മത്സരിക്കും. മറ്റിടങ്ങളിൽ സിറ്റിംഗ് MLA-മാർ പലരും അതേ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാത്തിരുന്ന പേര് പാലക്കാട് മണ്ഡലത്തിലേതായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ആരുടെയും പേര് വന്നിട്ടില്ല. P സരിൻ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചേക്കും. അദ്ദേഹത്തിന് സീറ്റിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് ജില്ലാ നേതൃത്വത്തിന്റെ ചർച്ചകൾ പോയിരിക്കുന്നത്? വിനിത, ഇന്ന് CPM-ലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് നേരിട്ട് പാലക്കാടേക്ക് എത്തുകയും നേതാക്കളുമായി വിവിധ കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിലാണ് ഇപ്പോൾ ആലത്തൂരിൽ മാത്രം ഒരു മാറ്റം മതി എന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. അവിടെ 2 ടേം പൂർത്തിയാക്കിയ KD പ്രസേനൻ ഇത്തവണ മത്സരിക്കില്ല. പകരം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള CK രാജേന്ദ്രനെയോ അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള TM ശശിയോ ഇവരിൽ 2 പേരിൽ ഒരാളെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നീക്കം എന്ന് പറയുന്നത്. നേരത്തെ നെന്മാറയിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അവിടെ 2 ടേം പൂർത്തിയാക്കിയ K ബാബുവിന് പകരം അവിടെ നെന്മാറയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള K പ്രേമനെ മത്സരിപ്പിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന സൂചനകൾ. പക്ഷേ ഇത്തവണ നെന്മാറയിൽ ഒരു ഇളവ് K ബാബുവിന് നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. K ബാബു തന്നെ നെന്മാറയിൽ ഇത്തവണയും CPM-ന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. മറ്റെല്ലാ സിറ്റിംഗ് MLA-മാരും തുടരും. അതായത് തൃത്താലയിൽ MP രാജേഷ് തന്നെ മത്സരിക്കും. ഒറ്റപ്പാലത്താണെങ്കിൽ അവിടെ K പ്രേംകുമാർ മത്സരിക്കും. ഷൊർണൂരിൽ P മമ്മിക്കുട്ടി, മലമ്പുഴയിൽ A പ്രഭാകരൻ തുടങ്ങി തരൂരിൽ സുമോദ് തുടങ്ങിയുള്ളവിടെ എല്ലാം ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നേരത്തെ വിനീത ചോദിച്ചതുപോലെ തന്നെ പാലക്കാട് ആരാകും CPM-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോഴും പാലക്കാട് ആരെ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിൽ CPM ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഡോക്ടർ P സരിൻ അതുപോലെ തന്നെ മുൻ MLA ആയിരുന്ന TK നൌഷാദ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സജീവമായി പരിഗണിക്കുന്നത്. P സരിൻ ഈ മത്സര രംഗത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ഈ 2 പേരിൽ ഒരാളെ ഉടൻ തന്നെ തീരുമാനിച്ച് പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് ആരും മത്സരിക്കും? അവിടെ കോൺഗ്രസിൽ നിന്ന് നടൻ പിഷാരടിയുടെ പേര് കേട്ടിരുന്നു. പക്ഷേ ചില എതിർപ്പുകളുണ്ടെന്ന് അറിയുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥി ആരാകും? P സരിനാകുമോ? കാത്തിരുന്ന് കാണാം.